ഹായ് മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇർഫാൻ ആലവുമായിട്ടുള്ള ഇന്റർവ്യൂ. അതെ, ദ 3-വീൽ റവല്യൂഷൻ. റിക്ഷ പുള്ളേഴ്സിന്റെ ലൈഫിൽ എംപവർമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇർഫാൻ ആലം സമ്മാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. എങ്ങനെയായിരുന്നു സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻ? ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നീട് വന്നിട്ടുള്ളത് സമ്മാൻ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ എഴുതുന്ന ഇമെയിൽ, എങ്ങനെ റിക്ഷ റീഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ മാറ്റങ്ങൾ വരുത്താമെന്ന് നമ്മൾ നടത്തുന്ന സജഷൻസ്. നമ്മൾ സ്കൂളിൽ നടക്കുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് ഇനാഗുറേഷന് വേണ്ടി ഇർഫാൻ ആലത്തെ വിളിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു ഇൻട്രോഡക്ടറി സ്പീച്ച് നടത്തും? സമ്മാൻ ഫൗണ്ടേഷൻ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്താവുന്ന ഒരു ഇമെയിൽ. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുണ്ട്. സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി നോക്കാം. എന്തൊക്കെയാണ് പ്രധാനമായും സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, ഇർഫാൻ ആലം എന്തായിരുന്നു, എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പരിശോധിക്കാം. 3-വീൽ റവല്യൂഷൻ ബൈ ഇർഫാൻ ആലം. എന്താണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് നോക്കാം. എ 3-വീൽ റവല്യൂഷൻ ഈസ് ആൻ ഇന്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം. ഇർഫാൻ ആലവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മുടെ 3-വീൽ റവല്യൂഷൻ അഥവാ മുച്ചക്ര വിപ്ലവം എന്ന് പറയുന്നത്. ഇർഫാൻ ആലം വാസ് ദ ഫൗണ്ടർ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. സമ്മാൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് ഇർഫാൻ ആലം. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കുക, സമ്മാൻ എന്നുള്ള പേര് എങ്ങനെയാണ് എഴുതുന്നത്, അതിലെ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കുക. SAMMA ലാസ്റ്റ് N ക്യാപിറ്റൽ ആണ്. അപ്പൊ സമ്മാൻ ഫൗണ്ടേഷൻ. ഹി ഈസ് എ വെൽ നോൺ സോഷ്യൽ ഓൺട്രപ്രണർ. ഇർഫാൻ ആലം ഒരു പ്രശസ്തനായ സോഷ്യൽ ഓൺട്രപ്രണർ ആണ്, ഒരു സാമൂഹിക ഓൺട്രപ്രണർ സംരംഭകനാണ്. സമ്മാൻ വാസ് ഫൗണ്ടഡ് ഫോർ ദ എംപവർമെന്റ് ഓഫ് റിക്ഷ പുള്ളേഴ്സ്. സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിച്ചത് റിക്ഷ പുള്ളേഴ്സിന്റെ, റിക്ഷ വലിക്കുന്നവരുടെ എംപവർമെന്റിന് വേണ്ടി, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടിയാണ് സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷൻ സ്ഥാപിച്ചത്. അപ്പൊ സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ എയിം എന്തായിരുന്നു? എംപവർമെന്റ് ഓഫ് റിക്ഷ പുള്ളേഴ്സ് എന്നാണ് സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഹി ഹാഡ് ഇൻട്രസ്റ്റഡ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഫ്രം ഹിസ് ഏർലി ചൈൽഡ്ഹുഡ്. ഇർഫാൻ ആലത്തിന് അദ്ദേഹത്തിന്റെ ഏർലി ചൈൽഡ്ഹുഡ്, വളരെ ചെറിയ പ്രായത്തിലെ അദ്ദേഹത്തിന് ഓണ്ടർപ്രണർഷിപ്പിൽ, സംരംഭങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇൻ 2006 ഇർഫാൻ ആലം അറ്റൻഡഡ് എ TV ഷോ കോൾഡ് ബിസിനസ് ബസീഗർ. ഇപ്പൊ 2006 ബിസിനസ് ബസീഗർ എന്ന് പറയുന്ന ഒരു TV ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ആ പ്രോഗ്രാമിൽ വിൻ ചെയ്തു. 2006 ആ പ്രോഗ്രാമിൽ അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തുടരാം. അടുത്ത പോയിന്റ്സ് എന്താന്ന് നോക്കാം. ഇർഫാൻ പുട്ട് ഫോർവേഡ് ബിസിനസ് പ്രപ്പോസൽ, ഹിസ് ഐഡിയാസ്. ഇർഫാൻ മുന്നോട്ട് വെച്ച ആ ബിസിനസ് പ്രപ്പോസൽ എന്തായിരുന്നു? ഇർഫാൻ എന്തൊക്കെയാണ് ഈ സമ്മാൻ എന്നുള്ള ഫൗണ്ടേഷനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് വെച്ച കോൺസെപ്റ്റുകൾ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ദ പോയിന്റ്സ്. ടു ഓർഗനൈസ് ആൻഡ് റീഡിസൈൻ ദ റിക്ഷ സെക്ടർ. റിക്ഷ സെക്ടറിനെ റീഡിസൈൻ ചെയ്യണം എന്നാണ് അതാ പറഞ്ഞത്. റിക്ഷ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യണം, ആ സെക്ടറിനെ ഏകീകരിക്കണം, റിക്ഷകളെ റീഡിസൈൻ ചെയ്യണം, പുള്ളിങ് റിക്ഷകളുടെ രൂപം തന്നെ മാറ്റണം എന്നാണ്. ടു മേക്ക് ഇറ്റ് ആസ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. റിക്ഷ സെക്ടറിനെ എന്താക്കി മാറ്റണം? ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിജയം, ഒരു പ്രോഫിറ്റ്, ഒരു ലാഭമുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. നെക്സ്റ്റ്, റിക്ഷ പുള്ളേഴ്സ് മേക്ക് profit by selling product like water, juice, biscuits, mobile cards and newspapers etc. അങ്ങനെ റിക്ഷയിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? ഇർഫാൻ റിക്ഷയിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്? ഇർഫാൻ പറയുന്നത് റിക്ഷ പുള്ളേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അവർക്ക് റിക്ഷയിൽ
വാട്ടർ ബോട്ടിൽസ് സെൽ ചെയ്യാം, അതുപോലെ ജ്യൂസ് ബോട്ടിൽസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ പ്രീപെയ്ഡ് കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ് ഒക്കെ ഇങ്ങനെ സെൽ ചെയ്യാം. അപ്പോൾ അതിൽ പാസഞ്ചേഴ്സ് വരുന്നതിന് പുറമെ ഇത്തരം സാധനങ്ങൾ സെൽ ചെയ്യുന്നതിലൂടെ അഡീഷണൽ റവന്യൂ ഇല്ലേ, കൂടുതൽ വരുമാനം അവർക്ക് നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് additional revenue can be made through advertising and brand promotion. ഇതിന് പുറമേയും റവന്യൂ ഉണ്ടാക്കാം, വരുമാനം ഉണ്ടാക്കാം. റിക്ഷയിൽ അഡ്വർടൈസ്മെന്റ് പതിക്കാനുള്ള പ്രൊമോഷൻ, കമ്പനികളുടെയൊക്കെ പ്രൊമോഷൻ, അവരുടെയൊക്കെ കമ്പനികളുടെയൊക്കെ പരസ്യങ്ങൾ പതിക്കാനുള്ള ഒരു സ്പേസ് റിക്ഷയിൽ ഉണ്ടാക്കിയാൽ അതും റിക്ഷ പുള്ളേഴ്സിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെയാണ് അദ്ദേഹം ഇതിനൊരു പ്രോഫിറ്റബിൾ വെഞ്ചറായി കാണുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് റിക്ഷ പുള്ളേഴ്സിനെ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്ന് ചോദിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഇതാണ്. സെല്ലിംഗ് product like water, biscuits, mobile cards, newspapers. In addition, revenue can be made through advertising and brand promotion. Okay, next, Samman എന്നുള്ള ഓർഗനൈസേഷൻ 2007 Samman, the organization Samman officially founded 2007 ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ബിസിനസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ തുക കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സും ഒക്കെ കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. He started Samman as a semi-profitable organization. സമ്മാനെ ഒരു സെമി പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടാണ് അദ്ദേഹം ഫോം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും പ്രോഫിറ്റബിൾ അല്ല. അതിൽ പങ്കെടുക്കുന്ന റിക്ഷ പുള്ളേഴ്സിനും അതിന്റെ പ്രോഫിറ്റ് കിട്ടണം, ഓർഗനൈസേഷനും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. The aim of Samman were, അപ്പൊ സമ്മാൻ എന്താണ്? സമ്മാൻ ഈസ് എ സോഷ്യൽ വെഞ്ചർ അല്ലെ, ഒരു സാമൂഹിക സംരംഭമാണ്. സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷന്റെ എയിം എന്തായിരുന്നു എന്ന് നോക്കാം. ഫസ്റ്റ്, ടു എംപവർ റിക്ഷ പുള്ളിംഗ് സെക്ടർ. റിക്ഷ പുള്ളിംഗ് സെക്ടറിനെ എംപവേർഡ് ആക്കുക, അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, ടു ഇംപ്രൂവ് ദ ലൈവ്ലിഹുഡ് അല്ലെ, അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തേർഡ്, ടു ബ്രിങ് ദ മാർജിനലൈസേഷൻ ടു മെയിൻ സ്ട്രീം. റിക്ഷ പുള്ളേഴ്സ് എന്ന് പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ആ ഒരു ജനവിഭാഗത്തെ മുഖ്യധാരാ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അവരെ സമൂഹത്തിൽ ഒരു ഏർണിംഗ് മെമ്പേഴ്സ് ആക്കി മാറ്റിയിട്ട് സമൂഹത്തിന് ഉപകാരമുള്ള, സമൂഹം തിരിച്ചറിയുന്ന ഒരു വിഭാഗമാക്കി മാറ്റുക എന്നായിരുന്നു സമ്മാൻ എന്നുള്ള ഫൗണ്ടേഷന്റെ എയിമായിട്ട് അദ്ദേഹം കണ്ടിരുന്നത്. ഹായ് മക്കളെ, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്സ്. വെൻ റിക്ഷ പുള്ളേഴ്സ് ജോയിൻ സമ്മാൻ, ഹി വാസ് ഗിവൺ ട്രെയിനിങ് on the basic etiquettes and traffic rules. റിക്ഷ പുള്ളേഴ്സ് സമ്മാൻ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് നൽകും? സമ്മാൻ ഫൗണ്ടേഷൻ അവർക്ക് ട്രെയിനിങ് നൽകും. ബേസിക് എറ്റിക്വിറ്റീസ് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള റൂൾസ്, ട്രാഫിക് റൂൾസും പാസഞ്ചേഴ്സിന് എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളതിന്റെയൊക്കെ ക്ലാസ്സുകളാണ് അവർക്ക് നൽകുന്നത്. അതാണ് ബേസിക് എറ്റിക്വിറ്റീസ് ആൻഡ് ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നത്. സമ്മാൻ ഹെൽപ്ഡ് ദ റിക്ഷ പുള്ളേഴ്സ് ടു ഗെറ്റ് ബാങ്ക് ലോൺസ്. കൂടാതെ സമ്മാൻ റിക്ഷ പുള്ളേഴ്സിന് ബാങ്ക് ലോൺ കിട്ടുന്നതിനും ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നേരിട്ട് അവർക്ക് ലോൺസ് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്, ധനസഹായം ഒന്നും കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ഒന്നും കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോ സമ്മാൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ മീഡിയേറ്ററായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ദം, means the Samman എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രൊവൈഡ് ദം ദ സർവീസ് ലൈക്ക് ഐ ഡി കാർഡ്, യൂണിഫോം, ഇൻഷുറൻസ്. റിക്ഷ പുള്ളേഴ്സിന് ഐ ഡി കാർഡും യൂണിഫോമും ഇൻഷുറൻസും സമ്മാൻ ഫൗണ്ടേഷൻ നൽകും. ഇറ്റ് ഹെൽപ്ഡ് റിക്ഷ പുള്ളേഴ്സ് ഇൻക്രീസ് ദർ ഓവറാൾ റവന്യൂ. അങ്ങനെ റിക്ഷ പുള്ളേഴ്സിന് അവരുടെ ഓവറാൾ റവന്യൂവിൽ വലിയ വർധനവുണ്ടാക്കി. റവന്യൂ റിക്ഷ പുള്ളേഴ്സ് ഇൻക്രീസ്ഡ് 30 to 40%, 30 മുതൽ 40% വരെ വരുമാനം വർദ്ധിച്ചു. സമ്മാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെന്റ് ടു റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിനിടയിൽ ഞങ്ങൾ എംപവേർഡ് ആയി എന്നുള്ള ഒരു സെൻസ്, ഒരു ബോധം അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. സമ്മാൻ ഗേവ് ഡിഗ്നിറ്റി ഇൻ ലൈഫ് ഓഫ് റിക്ഷ പുള്ളേഴ്സ്.
റിക്ഷാ പുള്ളേഴ്സിന്റെ ജീവിതത്തിന് ഡിഗ്നിറ്റി നൽകി നേരത്തെ അവരെ സൊസൈറ്റി കൺസിഡർ ചെയ്യാത്ത ഒരു വിഭാഗമായിരുന്നെങ്കിൽ ഇന്ന് സൊസൈറ്റിയിലെ ഒരു മികച്ച ഏർണിംഗ് മെമ്പർ ആയിട്ട് തന്നെ അവരെ കണക്കാക്കാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു ഇർഫാൻ ആലം, ഓണ്ടർപ്രണർഷിപ്പ് ടാക്കിൾ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഓണ്ടർപ്രണർഷിപ്പിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിലുള്ള അൺഎംപ്ലോയ്മെന്റിനെ, തൊഴിലില്ലായ്മയെ ടാക്കിൾ ചെയ്യാൻ, മറികടക്കാൻ ഓണ്ടർപ്രണർഷിപ്പിന് സാധിക്കും, സംരംഭങ്ങൾക്ക് സാധിക്കും എന്ന് ഇർഫാൻ പറയുന്നു. സോ ഹി അഡ്വൈസ് ദ യൂത്ത് ടു സ്റ്റാർട്ട് തിങ്ക് അബൌട്ട് ദ ഓണ്ടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. അപ്പൊ നമ്മുടെ കരിയറുള്ള നമ്മൾ ജോലി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നല്ലാതെ സ്വന്തമായിട്ടൊരു സംരംഭം ആരംഭിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടിക്കൂടാ എന്നാണ് ഇർഫാൻ ആലം അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂലെ നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇർഫാൻ ആലവുമായിട്ടുള്ള ഇന്റർവ്യൂ ചോദിക്കാം, അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഓഡിയൻസിന് പരിചയപ്പെടുത്തുന്ന ഇൻട്രൊഡക്ടറി സ്പീച്ച് നമ്മോട് ചോദിക്കാം. സമ്മാൻ ഫൗണ്ടേഷന് നമുക്ക് ഇമെയിൽ എഴുതാൻ ചോദിക്കാം. റിക്ഷയുടെ ഡെവലപ്മെന്റിൽ നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വൈസും സജഷനും ഒക്കെ നൽകാന്, അതുപോലെ സമ്മാൻ ഫൗണ്ടേഷൻ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ഇമെയിൽ നമ്മളോട് എഴുതാൻ ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റ് താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത ക്ലാസ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.